നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാധാരണ പവർ കട്ട് ഉണ്ടാവുമ്പോൾ കുറച്ചു നേരത്തേക്ക് കറണ്ട് പോകുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുറച്ചു നേരത്തേക്കെങ്കിലും വൈദ്യുതി മുടങ്ങുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് അനുഭവിക്കുന്നത് എന്നുള്ളതല്ല. പല പ്രവർത്തനങ്ങൾ മുടങ്ങും, പല കാര്യങ്ങളും ചെയ്യാനുള്ളത് സാധിക്കാതെ വരും, അത്തരത്തിൽ പല ജോലികളും മുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വൈദ്യുതി തകരാറിനെ തുടർന്ന് ചിലിയിലെ മിക്ക നഗരങ്ങളും നിശ്ചലമായത് അനേകം മണിക്കൂറുകളാണ്. ഒറ്റയടിക്കാണ് അനേകം പവർ ഗ്രിഡുകൾ ഒരുമിച്ച് നിലച്ചതിനെ തുടർന്നാണ് രാജ്യം മണിക്കൂറുകളോളം ഇരുട്ടിലായത്. 2 കോടിയോളം പേരാണ് വൈദ്യുതി തടസ്സപ്പെട്ടതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ചിലിയിലെ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:15 വൈദ്യുതി ആദ്യമായി നിലച്ചത്. രാജ്യത്തെ നിരവധി പ്രദേശങ്ങളിൽ ഒന്നിച്ചാണ് വൈദ്യുതി തകരാറുണ്ടായത്. നോർത്തെ ചിക്കോ പ്രവിശ്യയിലെ പ്രസരണ മേഖലയിൽ വൈദ്യുതി നിലച്ചതാണ് ഇതിന് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. വൈദ്യുതി തടസ്സം രാജ്യത്തെ 98% ജനങ്ങളെയും ബാധിച്ചു എന്നാണ് ചിലിയിലെ ആഭ്യന്തര മന്ത്രി കരോലിന ടോഹ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സാന്റിയാഗോ നഗരത്തിൽ മാത്രം 6 ലക്ഷത്തോളം പേരാണ് ഇത് കാരണം ദുരിതത്തിലായത്. ലോസ് ലാഗോസിലെ 3.5 ലക്ഷത്തോളം ഉപഭോക്താക്കളും ലോസ് റിയോസിലെ 1.5 ലക്ഷത്തിലധികം കുടുംബങ്ങളും ഇത് കാരണം ബുദ്ധിമുട്ടിലായി. പല നഗരങ്ങളിലും വൈകുന്നേരം 5 മണിയോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രത്യേക യോഗവും വിളിച്ചു ചേർത്തിരുന്നു. സർക്കാർ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണെന്നും ജനങ്ങൾ സംയമനത്തോടെ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും കരോലിന ടോഹ അഭ്യർത്ഥിച്ചിരുന്നു. തലസ്ഥാനമായ സാന്റിയാഗോയിലെ സാബെ സർവീസുകളുടെ വൈദ്യുതി തകരാറിന് തൊട്ടു പിന്നാലെ നിർത്തിവെച്ചിരുന്നു. തെരുവിളക്കുകളില്ലാത്തത് റോഡുകളിലും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഇതിനിടയിൽ 2 വാഹനങ്ങൾ കൂട്ടിമുട്ടി 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ട്രെയിൻ സർവീസുകൾ നിലച്ചതിനെ തുടർന്ന് ബസ്സുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓഫീസ് വിട്ടിറങ്ങിയ പലരും വീട്ടിലെത്തിച്ചേരാൻ കഴിയാതെ നട്ടം തിരിഞ്ഞു. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായ ആർട്ടുറ മെറീനോ ബെനിറ്റസ് തടസ്സം കൂടാതെ പ്രവർത്തിച്ചു. സാന്റിയാഗോയിലെ പ്രമുഖ അമ്യൂസ്മെന്റ് പാർക്കായ ഫാന്റസി ലാൻഡിയയിൽ റോളർ കോസ്റ്ററുകൾ ആകാശത്ത് നിലച്ചപ്പോൾ നിരവധി പേരാണ് കുടുങ്ങിപ്പോയത്. പിന്നീട് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് ഇവരെ നിലത്തിറക്കിയത്. പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് പല കെട്ടിടങ്ങളിലെയും ലിഫ്റ്റുകളിലും കുടുങ്ങിയത്. ഇങ്ങനെ മൊത്തത്തിൽ വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷത്തേക്ക് മുഴുവനായിട്ട് ഒരു രാജ്യം തന്നെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് വീണ്ടും അതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാനായിട്ടും സാധിച്ചത്. അതിനിടയിൽ പല സംവിധാനങ്ങളും മുടങ്ങി, വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു, തെരുവിളക്കുകൾ കത്തുന്നില്ല തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് ആ രാജ്യം നേരിട്ടത്.